എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള ഡിഫാം DHI DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അതായത് ജനുവരി 3-ാം തീയതി അവസാനിക്കും. അപ്പോൾ ജനുവരി 3-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ, അതായത് ചില കോളേജ് 3 മണി വരെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 മണിക്കുള്ളിലായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. അതായത് ജനുവരി 3 എന്ന് പറയുന്നത് നാളെയാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 3 മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് നിലവിൽ ഈ ഒരു പുതുതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണ് എങ്കിൽ ആ ഒരു സീറ്റ് നഷ്ടമാവുന്നത് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കോളേജ് കോഴ്സ് ആണെങ്കിൽ നാളെ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇന്നലെ, അതായത് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 1-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഇതിന് ശേഷം വീണ്ടും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പ്രൊഫൈലിൽ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക. കാരണം ആ ഒരു ടൈം കഴിഞ്ഞ ശേഷം പിന്നീട് മേക്ക് പേയ്മെൻറ്റിന് ശേഷമുള്ള ആ ഒരു പേയ്മെൻറ്റ് ഇൻ്റർഫേസ് കാര്യങ്ങൾ റിമൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ അതുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് LBS സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത ശേഷം മാത്രം ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. LBSൻ്റെ അതായത് കോൺടാക്റ്റ് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട്. സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കോൺടാക്റ്റേഴ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പേഴ്സ് കിട്ടും. അതുപോലെ തന്നെ പ്രോസ്പെക്ടസിലും കൃത്യമായിട്ട് നമ്പേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഇനി ഈ ഒരു LBSൻ്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ ഇനിയും നിരവധി വേക്കൻസീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റോ അതല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും അലോട്ട്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 3 മണിക്കുള്ളിലായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അഡ്മിഷന് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ ലഭിച്ച റെസിപ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC +2 സർട്ടിഫിക്കറ്റ്സ്, TC, അതുപോലെ തന്നെ കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ SC/ST OEC വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ SC BC OBC വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ വിദ്യാർത്ഥികൾ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS വിഭാഗത്തിലുള്ളവർ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ട് എങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്സുകൾ എന്നിവ വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഈ കോളേജിൽ അടക്കാനായിട്ട് വരുന്നത്, അതായത് കോളേജിൽ ഒരു നിശ്ചിത ഫീസ് അടക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പൈസ എത്രയാണോ അതനുസരിച്ച് ആ ഒരു ഫീസ് കൂടി എടുത്തിട്ട് വേണം നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് പോവേണ്ടത്. സെൽഫ് ഫിനാൻസ് കോളേജിൽ മാത്രമാണ് അഡ്മിഷൻ സമയത്ത് ഒരു കോഴ്സ് ഫീസ് ഇനത്തിലായിട്ട് ഫീസ് അടക്കാനുള്ളൂ. ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ പ്രത്യേകിച്ച് ടോക്കൺ ഫീസിൽ തന്നെ ആ ഒരു മുഴുവൻ ഫീസും അടച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ ആ ഒരു രീതിയിൽ അഡ്മിഷൻ സമയത്ത് ഒരു നിശ്ചിത ഫീസൊക്കെ അടക്കേണ്ടതായിട്ട് വരും. അതായത് 25,500 രൂപയോളമൊക്കെയാണ് ഫീസ് കാണിക്കുന്നതെങ്കിൽ കൂടി കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സമയത്ത് ഏകദേശം 32,500 രൂപയോളമൊക്കെ അടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് ആണെങ്കിൽ ഏകദേശം 50,000 രൂപയൊക്കെ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സ് ആണെങ്കിൽ നാളെ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.